കർത്താതി കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സന്ധ്യാവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു. I greet you all in the most holy and precious name of our Lord and Savior Jesus Christ. ഈ നിലയിൽ ഈ വിദേശ രാജ്യത്ത് വന്ന് നിങ്ങളെ ഒരുമിച്ച് കാണുവാൻ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മ അനുഭവിപ്പാൻ സർവകൃപാലുവായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ ഈ വലിയ സന്ദർഭത്തെ ഓർത്ത് ഞാൻ എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുകയാണ്. I glorify God for such an opportunity that the Lord has gifted me to come into this migrant country and to fellowship with you and to also participate in the grace. It is indeed a joy for me. കർത്താവ് നിങ്ങൾക്ക് ഏവർക്കും ധാരാളമായിരിക്കുന്ന കൃപകൾ നൽകി സഹായിക്കട്ടെ. May the Lord grant you His grace in riches over here. ഒരിക്കൽ സാധു കൊച്ചുകുഞ്ഞുപദേശി ഒരു പ്രഭാഷണ വേദിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കവേ തൻ്റെ അരികിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നിട്ട് ഒരു ചെറിയ കുറിപ്പ് കയ്യിലേക്ക് കൈമാറി. Once upon a time, when evangelist Sadhu Kochunyavudeshi, when he was about to preach, there was a man who came and handed over a note to him. അദ്ദേഹം ആ കുറിപ്പ് നോക്കി വിടർത്തി വായിച്ചിട്ട് തൻ്റെ പുസ്തകത്തിലേക്ക് മടക്കി വെച്ചു. വീണ്ടും പ്രസംഗം തുടർന്നുകൊണ്ടേയിരുന്നു. He continued speaking as he was speaking over there, and then he folded that note and kept it inside his Bible. പ്രസംഗം തീർന്ന് താൻ വേഗത്തിലിറങ്ങി തൻ്റെ വീട്ടിലേക്ക് നടന്നു പോകവേ ആ കുറിപ്പിൽ എഴുതിയത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ മകൻ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു എന്നുള്ള വാർത്തയായിരുന്നു ആ കുറിപ്പിലുണ്ടായിരുന്നത്. On that note, it was written that his son passed away, and as he was rushing, he was asked by someone, and he responded, his son passed away. ആ അനുഭവത്തിൽ താൻ എഴുതിയ വരികളാണ് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ എന്ന മനോഹരമായിരിക്കുന്ന ഗാനം. In that note, in that time, he wrote that song where we even sing in our congregational song, how it is a time even when I have to hold in tears, the Lord is with me. ആ ഒരു മാനസികാവസ്ഥയാണ് ഇന്ന് വൈകുന്നേരം ഞാനും നിങ്ങളുടെ മധ്യേ നിൽക്കുമ്പോൾ എൻ പ്രിയ സാമ ഓർമ്മിപ്പിച്ചതുപോലെ എൻ്റെ സഹോദരിയുടെ പിതാവ് ഇന്ന് രാവിലെ വളരെ യാദൃച്ഛികമായ പ്രതീക്ഷിതമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. I am also at a similar situation, a loss of words, because I have lost my sister's father and he is no more in this world. എൻ്റെ അളിയനും അതുപോലെ പ്രിയപ്പെട്ടു ഇന്ന് രാവിലെ അവരുടെ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് സർവീസിൽ സ്റ്റേഷനിലേക്ക് പോയി മടങ്ങി വരവേ ആ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്നുണ്ടായ അപകടം താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ സംഗതിയായി. As they were crossing the road after the car was serviced, there he met with an accident. കർത്താവ് അനുവദിച്ചാൽ നാളെ ആ ഫ്യൂണറൽ നടക്കേണ്ടതായിട്ടുണ്ട്. If God willing, the funeral is set for tomorrow. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ആ പ്രിയപ്പെട്ടവരെ ഓർക്കണം എന്ന് വിശേഷാൽ ഓർമ്മിപ്പിക്കുകയാണ്. I seek your sincere prayers for the bereaving family. കർത്താവ് അനുവദിച്ചാൽ വരുന്ന വെള്ളിയാഴ്ചയുള്ള മീറ്റിങ്ങിൽ ഞാൻ എൻ്റെ സാക്ഷ്യവും മറ്റു കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇന്ന് ഞാൻ അതിനു വേണ്ടി മുതിരുന്നില്ല. If the Lord allows, I would like to share my testimony on the Friday meeting. I'm not going to raise my testimony right now. ഗൂഡല്ലൂർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതുമയുള്ളൊരു സ്ഥലമല്ല. കാരണം ഗൂഡല്ലൂർ നിങ്ങൾ നിരവധി പ്രാവശ്യം കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ്. Gudalur is a place which most of you know, as most of you have heard in several occasions. കാരണം ഗൂഡല്ലൂരിൽ നിന്നുള്ള പ്രിയപ്പെട്ടവർ ഇവിടെയുണ്ട്. നിങ്ങൾ ഷാലി എന്ന് വിളിക്കും, ഞാൻ സുനു എന്ന് വിളിക്കും. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സുനു എന്ന് വിളിക്കും. You are already familiar with our dear brother Sunu from Gudalur. അതുമാത്രമല്ല പ്രിയ ജോജി എൻ്റെ ബ്രദറാണ്. പ്രിയ ചേച്ചിയുടെ ഏറ്റവും ഇളയ അനീതിയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. And Uncle Joji is dear evangelist co-brother over here. എൻ്റെ അളിയൻ സുനിൽ ഇവിടെയുണ്ട്. And Uncle's brother Sunil is here. സാബുച്ചാൻ എൻ്റെ വളരെ അടുത്ത ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. And brother Sabu is Uncle's dear brother in Christ. ജോഷി എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരനാണ്. Yeah, brother Joshi is another favorite dear brother to me. സാം എനിക്ക് ഒരു അന്യനല്ല.
Even Brother Sam is not a stranger. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന പലരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് അബുദാബി സഭ ഇപ്പോൾ ഞാൻ അന്യനല്ല എന്നുള്ള ഒരു ഫീലിംഗും എനിക്കുമുണ്ട്. So I'm standing over here with a feeling of intimacy because there are no more strangers here. I am dearly connected with all of you. അഷ്ടമിച്ചിറയിൽ ഇവിടെ നടന്ന പ്രവർത്തനത്തിൽ ഞാൻ പ്രിയ സ്റ്റാൻലി ചായൻ്റെ കൂടെയാണ് അന്ന് പ്രവർത്തനത്തിന് ഞാൻ പോയത്. അതുകൊണ്ട് സ്റ്റാൻലി ചായനുമായിട്ട് അന്നൊരു വലിയ ബന്ധം ഉണ്ടാകാനായിട്ട് കർത്താവ് കൃപ നൽകി. I was able to get connected with our dear Uncle Stanley over here because in the time when the assembly went to minister in Ashtamacharya, there I was able to minister together with him. ആന്റണി ചായനെയും ഷായി ചായനെയും ഒക്കെ എനിക്ക് വളരെ നന്നായിട്ട് അറിയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന. അങ്ങനെ പലരെയും എനിക്ക് നന്നായിട്ട് അറിയാൻ കർത്താവ് അനുവദിച്ചാൽ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ആ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കാമെന്ന് I കരുതുകയാണ്. would like to also I'm happy to reconnect with Brother Shaji, Brother Anthony because they are all well connected with me, and in the days to come I will elaborate more about it. കർത്താവ് ഏവർക്കും കൃപ നൽകട്ടെ. May the Lord grant you his grace. ഷിബുച്ചായൻ്റെ മകൻ എനിക്ക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഷിബുച്ചാനുമായിട്ട് ദീർഘവർഷത്തെ ബന്ധങ്ങളുണ്ട്. The brother Shibuchan's son is over here, and I'm able to connect with him also after a long period of time. കർത്താവ് ഏവർക്കും ധാരാളമായിരിക്കുന്ന കൃപകൾ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray that the Lord will grant you his riches. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മൾ മരങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. We have all seen trees in our country. മരം മറിഞ്ഞു വീഴുന്നതും അല്ലെങ്കിൽ വെട്ടിയിടുന്നതുമായിരിക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. We have seen the site where the trees are cut or even deforested. ഈ മരത്തിൻ്റെ വീഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു പകുതി വരെ വരുമ്പോൾ അത് വളരെ മെല്ലെയാ വരുന്നത്. If you notice how even the tree is falling down after it is cut, it falls down slowly over there. എന്നാൽ പകുതിക്ക് ശേഷം അതിൻ്റെ വീഴ്ച പൊടുന്നനെയാണ് എന്നുള്ളത് നമുക്കറിയാം. And we know that after it starts to fall slowly, it will fall down immediately down to the ground. ക്രിസ്തീയ ജീവിതത്തിലും പലപ്പോഴും നമുക്കറിയാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഏറെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. We can compare the similar situation with our Christian life because this is a similar pattern over here. അതുകൊണ്ട് ഈ രാത്രിയിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ നാം ആയിരിക്കുമ്പോൾ നമ്മെ ഒന്ന് പരിശോധിക്കുന്ന രാത്രിയായി കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുന്നവരായി മാറ്റിയെടുക്കുന്ന അനുഭവങ്ങളായി തീരുവാൻ ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. May the Lord enable us to keep a keen introspection to our Christian life as we look to the Bible portion for this evening. ഇന്നും വെള്ളിയാഴ്ചയും കർത്താവ് അനുവദിച്ചാൽ കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 11 അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില ആത്മീക യാഥാർത്ഥ്യങ്ങൾ ഒരുമിച്ച് പങ്കുവയ്ക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. I am trusting in the Lord to speak on 2 Corinthians chapter 11 verse 2 to 4 tonight as well as on Friday evening, the spiritual insights the Lord has given to us. വളരെ സുപരിതമായിരിക്കുന്ന വേദഭാഗമാണെങ്കിലും ഒന്നും കൂടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിച്ചുണർത്തുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ ശാന്തതയോട് കൂടെ ഇരുന്ന് നിങ്ങളുടെ പരമാർത്ഥ മനസ്സിലേക്ക് ചിലത് പാകിവെക്കുവാൻ ഈ രാത്രിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. I would like to infuse some of the spiritual insights even though we are very familiar with this portion. May the Spirit enable us to understand what is the Lord talking to us this evening. ആ വേദഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 11 അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. Shall we read 2 Corinthians chapter 11 verses 2 to 4? കർത്താവ് ഈ വാക്യങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. Shall we sit with a prayerful heart? May the Lord enlighten our hearts with these words over here. അപ്പോസ്തലനായ പൗലോസ് നേരിട്ട് വന്ന് സുവിശേഷം അറിയിച്ച് സ്ഥാപിതമായ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലസഭയാണ് കൊരിന്ത്യ സഭ എന്ന് നമുക്കറിയാം. We know the history that speaks clearly how Paul established this ground of church in the city of Corinth where he physically came over here. അപ്പോസ്തല പ്രവൃത്തി 18 അധ്യായത്തിന്റെ 8 വാക്യം നാം വായിക്കുമ്പോൾ ആരാണ് ആദ്യമായി കൊരിന്ത്യയിൽ അല്ലെങ്കിൽ മുമ്പോട്ട് വന്ന ആളുകളിൽ ആരാണ് എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. When we read Acts 18 and verse 8, we understand who was the first convert in the city of Corinth.
പള്ളിപ്രമാണിയായിരിക്കുന്ന ക്രിസ്പോസും അതുപോലെയുള്ള ആളുകളാണ് കൊരിന്ത്യ സഭയിൽ ആദ്യകാല വിശ്വാസികളെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. It is a reality which we can remember from Acts 18 verse 8. Crispus, the ruler of the synagogue, and all his house were believers, and they baptized. സോസ്തോനസിനെ പോലെയുള്ള അതിനുശേഷം വന്ന പള്ളിപ്രമാണികളും വളരെ പീഡകൾ അനുഭവിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം പുലർത്തിയ വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. We all know later from verse 17, all those who were persecuted, and they were understanding Sosthenes and others who came over there. സത്യവചനത്തെ യഥാർത്ഥമായി അവരെ പഠിപ്പിക്കുകയും ക്രൂശിന്റെ വചനം എന്താണ് എന്ന് വളരെ വ്യക്തമായി അവരെ പ്രബോധിപ്പിക്കുകയും ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. We understand how the assembly was guided into the truth and how they were guided in the light over there. നമുക്കറിയാം. അതുമാത്രമല്ല, ഏറ്റവും നല്ല ഒരു സഭ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കൊരിന്ത്യ സഭയാണ് എന്ന് പറയും. If we were to do a survey over here, which is one of the best assemblies we see here, we can sure here it is the Corinthian church. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ വളരെ ദൈവകൃപ ലഭിച്ചതായിരിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളായിരുന്നു കൊരിന്ത്യ സഭ എന്ന് നമുക്കറിയാം. If we read 1 Corinthians chapter 1 verse 1, we understand they received a lot of riches and grace over here. അവര് ദൈവവചനത്തിലും പരിജ്ഞാനത്തിലും വളരെ സമ്പന്നനായിരുന്നു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. They were very much well versed in the scriptures and they were filled with grace over here. അതുമാത്രമല്ല, അവിടെ അവർക്ക് ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്നു ഈ ദൈവമക്കൾ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. And these believers were not running short of any spiritual gifts over here. എന്നാൽ പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും പോരാട്ടങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ അടിയുലയുന്നതായിരിക്കുന്ന അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ട് ധാർമ്മികമായിരിക്കുന്ന മൂല്യങ്ങളെ മൂല്യച്യുതി സംഭവിച്ചതായിരിക്കുന്ന ഒരു സ്ഥലം സഭയായി നമുക്ക് പിന്നീട് കൊരിന്ത്യ സഭയെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. But sadly, when we come across how the challenges, how they were persecuted and how the problems arise, there we see they were going against the morals in their life. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പോസ്തലനായ പൗലോസ് വളരെ കർക്കശത്തോടും ഗൗരവത്തോടും കൂടെ മാനസാന്തരപ്പെടുവാൻ അവരെ ശ്വാസിക്കുകയും അവർക്ക് ആലോചനകൾ നൽകുകയും ചെയ്യുന്നതാണ് 1 കൊരിന്ത്യ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. When Apostle Paul saw the undisciplinary lifestyle over there, he is giving them strict discipline and rebuking them in 1 Corinthians. എന്നാൽ അവര് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരെ ആശ്വസിപ്പിക്കുകയും തലോടുകയും ചെയ്തുകൊണ്ട് അങ്ങനെയുള്ളവരെ കുറെ കൂടെ കർത്താവിന്റെ സന്നിധിയിൽ ഉറപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളാണ് 2-ാമത്തെ ലേഖനത്തിൽ നമുക്ക് ദർശിക്കാനായിട്ട് കഴിയുന്നത്. We see Paul is instructing to bring them to repentance, and later in 2 Corinthians they are coming to a life of godliness over there, and Paul is encouraging them. അങ്ങനെയുള്ളവർക്ക് ഒരു മുന്നറിയിപ്പിന്റെ സന്ദേശങ്ങൾ പലപ്പോഴും നമുക്ക് നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. We see a similar message tonight also, how this is a spiritual awareness for us. തിരുവചനം നാം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും തിരുവചനം നൽകുന്നത് മുന്നറിയിപ്പിൻ്റെതായിരിക്കുന്ന സന്ദേശങ്ങളാണ്. It is a message of spiritual awareness whenever we explore the scriptures. എന്തുകൊണ്ടാണ് തിരുവചനം ഇങ്ങനെ നമ്മെ പ്രബോധിപ്പിക്കുന്നത്? Why is such an awareness, a message is given to us? കാരണം വളരെ ഗൗരവമായി വളരെ വ്യക്തമായി പറയുന്നു, അപകടം മുമ്പിലുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അപകടത്തെക്കുറിച്ച് വളരെ ബോധ്യമുള്ളവരായിരിക്കണം എന്നുള്ള പ്രബോധനമാണ് തിരുവചനം നമുക്ക് നൽകുന്നത്. Why such a message of awareness is given? Because it is talking to us, be cautious, there is danger ahead of us. അപകടം മുമ്പിൽ ഉള്ളതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് ഈ മുന്നറിയിപ്പുകളെ നാം പാലിക്കാനായിട്ട് കഴിഞ്ഞാൽ അപകടത്തിൽ നിന്ന് ഒഴിവുള്ളവരായി നമുക്ക് വിജയകരമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. The Bible is giving us this message also this evening. When we realize there is danger, when we are aware of the danger ahead of us, we can live a life falling into those dangers over there. ഈ വേദഭാഗം വായിക്കുമ്പോൾ വളരെ ഗൗരവമായിരിക്കുന്ന 2 വസ്തുതകൾ അപ്പോസ്തലനായ പൗലോസ് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. When we read over here, there are 2 exhortations we should remember not to fall into those dangers. നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം, നമ്മുടെ ജീവിത ശൈലികൾ അല്ലെങ്കിൽ നാം ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നാം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നു. It talks about our attitude to Christian life, how is our relationship with Christ, how to move forward over here. ഒന്നുകിൽ നാം സമർപ്പിതരായിരിക്കണം അല്ലെങ്കിൽ നാം വഞ്ചിതരായിരിക്കും. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ വേറെ ഒന്നും ഇല്ല എന്നുള്ളത് ഈ വായിച്ച വേദഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒന്നാണ്. Either 2 things over here, either we should be submissive to God or we should not, we should be a deceiver. These 2 things are there, we cannot go in between. ഒന്നുകിൽ നാം സമർപ്പിതർ അല്ലെങ്കിൽ നാം വഞ്ചിതർ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. Either being a submissive person or being a deceiver, that is what we learn here. എന്നാൽ നമ്മെ സംബന്ധിച്ച് നമുക്കറിയാം ഇതിന്റെ ഇടയ്ക്ക് മറ്റൊരു വാക്കുകൂടെ നാം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. But
we understand in today's age and time there is another word which is being added over here. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്ത് കർത്താവ് പറയുന്ന വാക്കുകൾ നമുക്കറിയാം. ഉവ്വ് എങ്കിൽ ഉവ്വ്, ഇല്ല എങ്കിൽ ഇല്ല എന്നാണ്. In the ministry of our Lord Jesus, he says, let your yes be yes and your no be no over here. ഇതിന്റെ ഇടയ്ക്കുള്ള മറ്റൊരു പരിപാടി കർത്താവ് പറയുന്നില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് And അറിയാം. we all know that there is nothing in between over here. എന്നാൽ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മറ്റൊരു വാക്ക് കൂടി വന്നുപോയി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനൊരു അഡ്ജസ്റ്റ്മെന്റിന്റെ അനുഭവത്തിലേക്ക് വന്നതായിരിക്കുന്ന ഒരു പ്രവണതയാണ് ഈ നാളുകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. But we see in today's age and time, even believers have come across, let us be adjusted, or they have become compromised over there. ഇന്ന് നമുക്കറിയാം എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ അനുഭവത്തിലൂടെ മുമ്പോട്ട് പോകുന്ന നാളുകളാണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. This age and time, it's a life of compromise and adjustments. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് സാധ്യമല്ലാതിരിക്കുമ്പോൾ വാസ്തവത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ഒട്ടനവധി വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് And we know കഴിയുന്നു. that several people fail if they do not even live a life of adjustment. ജോലി സ്ഥലങ്ങളിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, കുടുംബജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, സഭാജീവിതത്തിൽ ആത്മീക ജീവിതത്തിലെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ അനുഭവത്തിലൂടെ മുമ്പോട്ട് പോകുകയാണ്. We live in a life of adjustment. Either it should be in our corporate, it should be in our family, even in an assembly over there. എന്നാൽ ക്രിസ്തുവിനോടുള്ള നമ്മുടെ ബന്ധം അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുവാനായിട്ട് കഴിയുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. This evening the scripture talks to us, our relationship with Christ is not an adjustment. അങ്ങനെയാണെങ്കിൽ പൗലോസ് എന്താണ് ഇവിടെ പറയാൻ താല്പര്യപ്പെടുന്ന വസ്തുതകൾ? So what is Paul teaching us this evening over here? നമുക്കറിയാം പൗലോസ് പറയുക ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുകയാണ്. Paul is telling here, I am fearful over here. എന്തിനെ കുറിച്ചാണ് പൗലോസ് ഭയപ്പെടുന്നത്? What is Paul's fear over here? ഇവിടെ നാം കാണുന്നു പൗലോസ് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. Paul is worried over here how the people in Corinth is not going to be loyal to Christ and they are going to move away from here. അവിടെ പറയുന്നത് നോക്കുക, രണ്ടാമത്തെ വാക്യം, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. It says in verse 2, Paul is teaching, I espoused you to one husband that I might present you as a pure virgin. ഒത്തിരി ആളുകളുണ്ടെന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ പലതുണ്ടെന്നല്ല പറയുന്നത്, ഒരേ ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരുവന് വേണ്ടി സമർപ്പിതമായിരിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് പൗലോസ് പറയുന്നു. Paul is teaching us about understanding over here how there are no many options. It is only one person and that one person is ഒരു യഹൂദന്റെ വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. We all know the marriage of a Jewish person. അവരുടെ വൈവാഹിക ജീവിതം എന്ന് പറയുന്ന വിവാഹത്തിന് മുൻപ് വിവാഹ നിശ്ചയത്തിലേക്ക് വന്നതിന് ശേഷം വലിയ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഏതാണ്ട് ഒരു വർഷത്തോളം ഒരു ഇടക്കാലയളവുകൾ ഉണ്ട്. We know before the marriage, the engagement period for a Jewish person, it is a 1-year gap over there. ഒരിക്കൽ ഈ വിവാഹ നിശ്ചയത്തിലേക്ക് ഇവര് ഏർപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്കും അതിൽ നിന്ന് പിന്മാറുവാനുള്ള യാതൊരു വിധമായിരിക്കുന്ന അനുവാദവുമില്ല. Once when the bride and the groom is engaged over there in this 1 year, they are not supposed to go back from that commitment. അങ്ങനെ വിവാഹ നിശ്ചയത്തിലേക്ക് വന്നതായിരിക്കുന്ന ഈ കന്യകയെ കുറിച്ച് ആ കന്യക ഏറ്റവും വിശുദ്ധിയോട് കൂടെ ആ വിവാഹത്തിന്റെ നാൾ വരെ സൂക്ഷിച്ച് മണവാളന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു പിതാവിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. It is the job of the bride's father to be very careful how the lady or the bride should be praised in the hands of the groom over there with full commitment without any impurity. അങ്ങനെ ഈ പിതാവ് ആ മണവാളന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ പിതാവിനുണ്ടാകുന്ന സന്തോഷത്തിന്റെ അനുഭൂതികൾ എത്രയോ വലിയതാണ്. It is the greatest joy for a father of a bride in that community, how being handing over that bride to the groom over there. ഈ കൊരിന്ത്യ സഭയെ കുറിച്ച് പറയുകയാണ്, നിങ്ങളെ ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന്റെ കയ്യിൽ ഏൽപ്പിക്കുവാനായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. അതുകൊണ്ട് അവനോടുള്ള സ്നേഹത്തിൽ നിന്ന്, അവനോടുള്ള ഭക്തിയിൽ നിന്ന്, അവനോടുള്ള കാഴ്ചപ്പാടിൽ നിന്ന് നിന്റെ മനോഭാവം വ്യതിചലിക്കുവാൻ പാടുള്ളതല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. Paul, just like a father, he is talking to the church over there. I have engaged you to the groom, placing you into that hand. I have committed you, so you should not drift away from your spiritual life. എന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ മണവാളനോടുള്ള ഏകാഗ്രതയിൽ നിന്നോ അവനോടുള്ള ആ സമർപ്പണത്തിൽ നിന്നോ അവനോടുള്ള കാത്തിരിപ്പിൽ നിന്നോ അവൾ വ്യതിചലിച്ചിട്ട് അവനോട് അവിശ്വസ്തത കാണിച്ചാൽ മണവാളന് ഈ വിവാഹ ബന്ധത്തിൽ നിന്ന് റീകോൾ ചെയ്യുവാനുള്ള എല്ലാ അനുവാദങ്ങളും ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. In that marriage commitment, if the bride is being unfaithful over there, the groom has every right to drop the
marriage completely over there. അങ്ങനെയാണ് എങ്കിൽ ഇന്ന് വൈകുന്ന വേളയിൽ നാം വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കുക, ഞാനും നിങ്ങളും യേശു ക്രിസ്തു എന്ന മണവാളന് വേണ്ടി സമർപ്പിതരായി വേർതിരിക്കപ്പെട്ട വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. So that then we can remember like this evening, how we are the people, the bride, which are engaged to be in that final marriage act of our groom with our Lord Jesus നമ്മുടെ ഈ Christ. മരുഭൂമി യാത്രയിൽ ഏതെങ്കിലും സമയത്ത് നമ്മുടെ ആത്മമണവാളനോടുള്ള സ്നേഹത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടോ? Shall we introspect to study in our life in this migrant journey in this desert? Have we failed in our faithfulness to our groom? ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ സർവശക്തനായിരിക്കുന്ന ദൈവം പറയുന്നതും അവൾ എന്നെ വിട്ട് ജാരന്മാരുടെ പുറകെ പോയി എന്നുള്ള വളരെ വൈഷമ്യകരമായിരിക്കുന്ന വസ്തുതകളാണ് ഇസ്രായേലിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് In കഴിയുന്നത്. connection with Israel, Yahweh says like this, how Israel has prostituted herself, going after many men over there. യിരെമ്യാ പ്രവാചകനും എസ്കേൽ പ്രവാചകനും ഒക്കെ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമുക്ക് കാണാനായിട്ട് In the കഴിയുന്നുണ്ട്. book of Jeremiah and Ezekiel, we see this very clearly. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെയാണ് എങ്കിൽ ഇന്ന് നാമും ആ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ഒന്ന് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയട്ടെ എന്ന് Shall ആഗ്രഹിക്കുകയാണ്. we take this very seriously in this relationship, in this commitment this evening again? ഒരു പക്ഷെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ നാം വളരെ സ്നേഹമുള്ളവരാണ്, സമർപ്പിതരാണ് എന്ന് തോന്നുമായിരിക്കാം. എന്നാൽ ആന്തരികമായി മണവാളനോടുള്ള നമ്മുടെ ബന്ധവും സ്നേഹവും എത്രമാത്രം ഉണ്ട് എന്നൊന്ന് സ്വയപരിശോധനയ്ക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. For example, we might show outwardly how we have love and every other graceful act, but in our inner side, shall we understand, is there a relationship fully committed to our God? Yes or no? ഏകാഗ്രതയോടുകൂടെ കർത്താവിനെ സേവിക്കാനായിട്ട് കഴിയണം. Shall we able to surrender completely in front of this God? നമുക്കറിയാം, രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ ആസാ രാജാവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അല്ല ഇസ്കിയാവ് ദൈവത്തോട് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവമേ, ഞാൻ എത്ര ഏകാഗ്രതയോടുകൂടെ നിന്നെ സേവിച്ചു, നിന്റെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നീ അറിയുന്നില്ലയോ എന്ന് When ചോദിക്കുന്നുണ്ട്. we come to the book of Kings, how that King Hezekiah was saying very clearly, oh, how I committed to you, O God, very faithfully and loyally over there. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലും അവർക്കുള്ളതായിരിക്കുന്ന ഏകാഗ്രത എത്രമാത്രമാണ് എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട് ഇസ്രായേൽ ജനത്തിന്റെ. In Jeremiah chapter 2 verse 2, again we read again the similar area, how they were zealous and how they were committed over there. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 30 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കർത്താവിനോടുള്ള ഏകാഗ്രതയെ കുറിച്ച് വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. In chapter 8 of Romans, chapter 8 verse 31 to the below, down over there, again we see the commitment of Paul to God over ക്രിസ്തുവിന്റെ there. സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ഉയരത്തിനോ ആഴത്തിനോ മരണത്തിനോ ജീവനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ മറ്റു യാതൊരു ശക്തിക്കും യേശു ക്രിസ്തുവിനോടുള്ള എന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. Paul says it very clearly and firmly over there. Nothing can hinder me from loving and following this Lord Jesus and proclaiming his gospel. അപ്പോൾ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഈ കാണുന്ന യാതൊന്നും എന്നെ വേർപിരിക്കുകയില്ല, കാരണം അവനുമായിട്ടുള്ള എന്റെ ബന്ധം അത്രമാത്രം ദൃഢമായിരിക്കുന്നു എന്നാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. My love, my faithful commitment cannot be hindered by anything in this world because it is very firmly committed over എന്നാൽ there. എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ഈ സ്നേഹത്തിൽ നിന്ന് ഈ ഏകാഗ്രതയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്? എങ്ങനെയാ? But how come we get corrupted from this loyalty and this love? വഞ്ചിക്കപ്പെടുമ്പോഴാണ് വാസ്തവത്തിൽ നാം അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്. When we are committed, there is a chances of being even corrupted. നാം over there. വഞ്ചിക്കപ്പെട്ടു പോകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. There it happens where we will be crafted into the വഞ്ചിതരായി wickedness. തീരുമ്പോൾ നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടും. When we are committed, there are areas where wickedness can destroy our relationship. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മെ വാസ്തവത്തിൽ വഞ്ചിക്കുന്നതായിരിക്കുന്ന, ചതിക്കുന്നതായിരിക്കുന്ന ചില ഘടകങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം. We should remember when we are in a relationship, let not the craftiness of the world, let not the evil in this world destroy our purity in അപ്പം our relationship. മൂന്നാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുകയാണ്, സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ. Because Paul is telling very clearly how you will be corrupted because serpent beguiled Eve in his craftiness. അന്ന് അങ്ങനെ സംഭവിച്ചു എങ്കിൽ ഇന്നും അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് തരികയാണ്. Paul is telling an awareness message over there. If it happened in the Garden of Eden, it can happen again. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സാത്താൻ താനും വെളിച്ചത്
ദൈവദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് നടക്കുകയാ. That is why saying how the Satan is wearing like the dress of the angel of light and how he is there to deceive. അതുകൊണ്ട് നാം വഞ്ചിതരായി തീരാതിരിക്കണമെങ്കിൽ അവനെ കുറിച്ച്, അവന്റെ പ്രവൃത്തിയെ കുറിച്ച്, അവന്റെ തന്ത്രങ്ങളെ കുറിച്ച് നാം അറിവുള്ളവരായിരിക്കണം. So if we have not to be corrupted, we should understand the work of our God and the mission of our Christ. സാത്താന്റെ തന്ത്രം. Oh, sorry. Satan. We should be aware of the work of the devil and the action of Satan. നോക്കുക, നമുക്കറിയാം ഒന്നാമത് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവന്റെ തന്ത്രങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. When we come to the book of Genesis, we understand the deceiving works of Satan. അവിടെ അവൻ ഒന്നാമത് ചെയ്യുന്ന ഒരു ആൾമാറാട്ടം നടത്തുകയാ. There we come across where how he is disguising മൂന്നാം himself. അധ്യായത്തിന്റെ 1-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക. ദൈവം സൃഷ്ടിച്ച സകല ജീവികളെ നോക്കിയിട്ട് പറയാ, അതിലെല്ലാം പാമ്പ് ബുദ്ധിയുള്ളതായിരുന്നു, എന്നാൽ അത് കൗശലമുള്ളതായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. There we read in 3 verse 1 how the serpent was more subtle than the beast of the field and he was more cunning over there. വളരെ കൗശലത്തോടു കൂടെ വന്ന് ഹവ്വയെ ഉപായത്താൽ ചതിക്കുന്നതായിരിക്കുന്ന രംഗം. He comes with cunningness and he deceives Eve over ഏദൻ there. തോട്ടത്തിൽ അവൻ അത് സാധിച്ചു എങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും എത്ര നിസാരരാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. If Satan could achieve that in the Garden of Eden, how simple it is for the Satan to achieve it in this 21st century. എന്റെ പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ ഇന്നും നമുക്കിത് തിരിച്ചറിയുവാൻ കഴിയാതെ മുമ്പോട്ട് പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നാം വഞ്ചിക്കപ്പെട്ടു പോകുന്നത്. If we are not able to understand the deception of Satan, that is why we get deceived and കാണാൻ be caught. കഴിയാത്തതായിരിക്കുന്ന ഇസഹാക്കിന്റെ അരികിലേക്ക് വന്നിട്ട് യാക്കോബിന് പറയാനായിട്ട് കഴിയും, അപ്പാ ഞാൻ നിന്റെ മൂത്ത മകനാണ്, അല്ലെങ്കിൽ കർത്താവ് നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഇസഹാക്കിന്റെ മുമ്പിൽ വന്ന് ഒരുപക്ഷെങ്കിൽ യാക്കോബിന് പറയുവാനായിട്ട് കഴിഞ്ഞു എന്ന് വരാം. We understand Jacob was able to deceive his father Isaac, who was blind over there, and that is where we again see deception happening. അപ്പൻ ആലിംഗനം ചെയ്താലും യേശാവിന്റെ മണം ഒരുപക്ഷെങ്കിൽ അപ്പന്റെ ആ മൂക്കിലേക്ക് വന്നു എന്ന് വരാം. And if it was not able to be deceived, we understand the smell at least could എന്നാൽ have യാബോക്ക് എന്ന കടവിൽ വരുമ്പോൾ യാക്കോബേ നീ ആരാണെന്ന് ചോദിച്ചാൽ അവിടെ ഞാൻ യേശാവാണെന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ തന്നെത്താൻ വെളിപ്പെടുത്തപ്പെടേണ്ടതായിരിക്കുന്ന ഒരു രംഗമുണ്ട്. But we understand how Jacob had to reveal who he is and how he was struggling to reveal himself in the Jabbok river over there. ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ മുൻപാകെ നിൽക്കുമ്പോൾ ഞാൻ മിടുക്കനാണെന്ന് കാണിക്കാൻ കഴിഞ്ഞു എന്ന് വരാം. എന്നാൽ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള ദൈവത്തിന്റെ മുൻപാകെ ഞാൻ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത് അവിടുന്ന് നന്നായി അറിയുന്ന ദൈവമാണ്. We might be able to deceive others with our appearance, but we should remember the God who has eyes which sees us through. We cannot deceive him. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ളവരെ നോക്കിയിട്ട്, ഈ വേഷപ്രച്ഛന്ന ഉള്ള ആളുകളെ നോക്കിയിട്ട് കർത്താവായ യേശുക്രിസ്തു പറയുന്നത് കപടഭക്തിക്കാരായിരിക്കുന്ന ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ എന്നാണ്. When we come to the New Testament, we understand Jesus Christ who looks at such people who deceive by calling them you hypocrites over there. ഈ അന്ത്യകാലത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ വളരെ ഗൗരവമായ അപ്പോസ്തലനായ പൗലോസും പറയുന്നു, ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് അതിന്റെ ശക്തിയെ ത്യജിക്കുന്ന ഒട്ടനവധി ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. Even in these last days we understand how even Paul calls people who wear the clothes of spirituality and deceive others. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നൽകിയിരിക്കെ വാസ്തവത്തിൽ യഥാർത്ഥമായ ഒരു ഭക്തിയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ കഴിയാതെ ഭക്തിയുടെ വേഷം ധരിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രവണതകൾ. We are given everything over here in this life, but we understand how people are deceiving by wearing a coat of spirituality. എന്റെ പ്രിയമുള്ളവരെ, ഇത് വളരെ ഗൗരവമായി നാം തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലാണ് എത്തിയിരിക്കുന്നത്. We are in an age and time where we have to be aware how these are deceptive areas. യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന്, ഭക്തിയിൽ നിന്ന്, അവനോടുള്ള അവങ്കിലേക്കുള്ള നോട്ടത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരു അനുഭവം നമുക്കുണ്ടോ? Are we going against, are we being crafted into a deception when we in our journey with our faith? കാരണം എന്നെയും നിങ്ങളെയും എല്ലാം തെറ്റിച്ച് കളയുവാൻ കഴിവുള്ള ഒരുത്തൻ നമ്മുടെ ചുറ്റും അലറുന്ന സിംഹം പോലെ നടക്കുന്നുണ്ട്. We understand from the epistle of Peter how there is a lion roaring, and that is Satan over വെളിപ്പാട് there. പുസ്തകം 12-ാം അധ്യായത്തിൽ ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന പഴയ പാമ്പായിരിക്കുന്ന സാത്താൻ എന്നാണ് നാം വായിക്കുന്നത്. The book of Revelation chapter 12 very clearly says Satan is like the serpent that destroys the whole world over there. രണ്ടാമത് അവൻ ചെയ്ത വഞ്ചന എന്താണ്? What is the second area of deception? അവൻ അസത്യത്തെ സത്യമായിട്ട് പ്രകടിപ്പിക്കുകയാണ്. From the book of Genesis we understand what was not true, he spoke that as true over എത്ര there. കൃത്യമായിട്ടാണ് അവൻ ചെയ്യുന്നത്? What clarity we see how Satan
works over there. ദൈവം നുണ പറഞ്ഞു എന്ന് പിശാച് വന്ന ഹവ്വയോട് പറയുന്നില്ല. God, he is not saying God did not lie over there. ദൈവവചനത്തിൽ ഒരു സംശയം ജനിപ്പിക്കുന്നതായിരിക്കുന്ന അനുഭവത്തിലേക്ക് അവൻ കൊണ്ടുവരികയാണ്. He is rising Eve to make a doubt into the words of God. വാസ്തവമായി ദൈവം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചോദിക്കുകയാണ്. He is asking, did God really say this? ഒന്നും കൂടെ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഹവ്വയുടെ മനസ്സിൽ ചെറിയൊരു സംശയമുണ്ടായി. When he said that with emphasis, Eve started doubting over കാരണം there. മാനുഷിക പ്രവണത എന്ന് പറയുന്നത് ഒന്നും കൂടി ഒന്ന് ആവർത്തിച്ച് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയമുണ്ടാകും. Normally it is a human tendency, when you again ask with emphasis, then it creates a നമ്മുടെ doubt over there. സഹോദരിമാരോട് ഇന്ന് അടുക്കള പൂട്ടിയൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പൂട്ടി എന്ന് പറയും. ഒന്നും കൂടി ഒന്ന് ആവർത്തിച്ച് ചോദിച്ചാൽ ഉടനെ ഒരു സംശയമുണ്ടാകും. When we ask our sisters, did you lock the kitchen, and again with an emphasis, did you ask again, they അപ്പോൾ might have a doubt. ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അല്ലെങ്കിൽ അതിന് സംശയമുണ്ടാകുന്ന കാര്യമാണ്. When you ask a second time with emphasis, sometimes that is a tendency of doubt. ഈ കാലഘട്ടം വളരെ ഗൗരവമായി നാം ഇത് മനസ്സിലാക്കേണ്ടതാണ്. This is a time and age we should understand this seriously. ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലുണ്ടായിരുന്ന നമ്പിനാരായണൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ച്. We might know, some of you might know about a scholar who is Nambi Narayanan in Kerala. ദീർഘവർഷങ്ങൾ അദ്ദേഹം ജയിലിലായിരുന്നു. For a long period of time he was in jail. കാരണം അദ്ദേഹം ഒരു ചാര സംഘടനയുടെ വക്താവായിട്ട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ദീർഘവർഷങ്ങൾ ജയിലിലടച്ചു. This person, the scholar, was put in a jail because he was accused of he was working with a terrorist group. ദീർഘവർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തെ മോചിപ്പിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതെല്ലാം തെറ്റായി പോയി എന്ന്. After a long period of time he was released, and the justice which was claiming he was accused over there for working with the terrorists, they said it was all lies. മറ്റുള്ളവർ വിശ്വസിക്കത്തക്ക വിധത്തിൽ വളരെ കൃത്യമായിട്ട് വിശ്വസനീയമായിരിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് സത്യമെന്ന് വിശ്വസിച്ചതായിരിക്കുന്ന ഒരു ലോകത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. When the people were convinced with the claims and facts about this person's wrong works, everyone started to believe it എന്നാൽ over there. സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ കാലങ്ങളേറെ പുരോഗമിച്ചു, തന്റെ ജീവിതം മുഴുവനും നഷ്ടമായി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് But കഴിയും. what happened to that victim over there? He lost all his life serving in prison over there. അത് മാത്രമല്ല നമുക്കറിയാം ഫാദർ സ്റ്റെയിൻ സ്വാമിയെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. We all know about Father Stain Sam. അദ്ദേഹവും ദീർഘവർഷങ്ങൾ ആ ജയിലിലടയ്ക്കപ്പെട്ടു. He was also a person who was in that same jail over there. കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത അശരണക്കാശി ആശ്വാസമായി തീർന്ന ഈ മനുഷ്യനും തീവ്രവാദ സംഘടനകളുടെ ഇരയാണ് എന്നുള്ളതായിരിക്കുന്ന തിരിച്ചറിവ് അവര് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പും മറ്റുള്ളതെല്ലാം പിടിച്ചെടുത്തു കൊണ്ടുപോയി. We also recognize this person was also accused of being working with a terrorist group, and how his belongings were taken away. എന്നാൽ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പും മറ്റുമൊക്കെ പരിശോധിച്ച് വർഷങ്ങളേറെ കഴിഞ്ഞിട്ട് പറയുകയാണ് അദ്ദേഹത്തിന് യാതൊരു കുറ്റവുമില്ല, ഇതെല്ലാം കെട്ടിച്ചമച്ചതാണ് എന്ന്. After exploring and understanding about his work and looking into his life, after so many years, they all said it was all falsely accused over എന്റെ there. പ്രിയമുള്ളവരെ, സാത്താനം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവണതകൾ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. But dear believers, Satan is also working with craftiness, with such deception. അതുകൊണ്ട് ഈ കാലത്തിൽ ജീവിച്ചിരിക്കുന്ന നാം ഒരു കാര്യം മനസ്സിലാക്കണം, വിശ്വസനീയമായതെല്ലാം വിശ്വസിക്കുവാൻ കൊള്ളാകുന്നതാണ് എന്ന് കരുതരുത്. We as believers, we should remember those which appear to be truth, we should not be believing them over there. ഒരു പക്ഷെങ്കിൽ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ വിശ്വസനീയമായിട്ട് നമുക്ക് തോന്നിയേക്കാം, അതുകൊണ്ട് അത് വിശ്വസിക്കുവാൻ കൊള്ളാകുന്ന കാര്യങ്ങളാണ് എന്ന് കരുതരുത്. Or perhaps it might be good for believing, it might appear to be believing, but we should be very careful to what we hear and believe. ടോൾസ്റ്റോയ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, സത്യത്തിനും അസത്യത്തിനും തമ്മിൽ 2.5 സെന്റിമീറ്റർ മാത്രം അകലമാണുള്ളത് എന്ന്. The writer Tolstoy says like this, between truth and false there's only 2.5 ഒരു centimeters. പക്ഷേ നമ്മൾ ഞാൻ ചിന്തിച്ചൊക്കെ ഇയാളും പോയി അളന്നു നോക്കിയിട്ടാണോ ഈ വന്നേക്കുന്നത്. We might think this person, has he gone and measured it അദ്ദേഹം over there? പറഞ്ഞത് കേൾക്കുന്ന ചെവിയുടെയും കാണുന്ന കണ്ണിന്റെയും ഇടയ്ക്ക് എവിടെയോ ആണ് സത്യമെന്ന് അദ്ദേഹം പറഞ്ഞു. It means over there, what you hear and what you see, it is only a little distance over എന്റെ there. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ ഇത് ഈ കാലങ്ങൾ എത്രയോ യാഥാർത്ഥ്യമായിരിക്കുന്ന വസ്തുതകളാണ്. This is the age and time where clarity is important. നമ്മുടെ മുമ്പിൽ കാണുന്നതും കേൾക്കുന്നതുമായിരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ വിശ്വസനീയമായി നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. It might be appearing such as a false facade of truth over there. അത് വിശ്വസിക്കാൻ കൊള്ളാമെന്ന് നാം We കരുതുകയാണ്. might be
pretend we might understand it is good to അതാണ് believe. അവന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത്. That is one of the best അങ്ങനെ deceptions ഒരു of Satan. പ്രവണതയിലേക്ക് ഇന്ന് വിശ്വാസ സമൂഹം വന്നിട്ട് അതിൽ നിന്ന് അവർ ഏറെ അകന്നു പോകുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് And കഴിയുന്നു. believers who come to be believing that truth which seems to be good, അതുകൊണ്ട് they ഞാനും fall നിങ്ങളും ചോദിക്കുന്നു, എന്തിനാ ഇതൊക്കെ പറയാനായിട്ട് പോകുന്നത്? അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ വേണ്ട, അവർ ചെയ്യുന്ന അങ്ങ് ചെയ്യട്ടെ എന്ന്, അവരെ അങ്ങ് വിട്ടേക്ക് എന്നുള്ളതായിരിക്കുന്ന പ്രവണതകൾ ഇന്ന് നമുക്ക് ധാരാളം കാണാനായിട്ട് കഴിയുന്നുണ്ട്. And believers, when they come across such a situation, they tend to be believing, oh, let us not go after it, let us leave it, let us get adjusted with it. അതുകൊണ്ട് വളരെ പ്രിയമുള്ളവരെ, വളരെ ഗൗരവമായിട്ട് ഈ സത്യങ്ങളെ തിരിച്ചറിയുവാൻ കർത്താവ് നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ. Dear believers, may the Lord enlighten our eyes to face the truth and help us to move in this truth over here. രണ്ട് ഒരേ കാര്യത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായിരിക്കുന്ന വിവരണങ്ങൾ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. Secondly, we understand how about one thing there are two answers given over here. നോക്കുക, ദൈവം പറയുന്നതും പിശാച് പറയുന്നതും ഒരേ വൃക്ഷത്തെക്കുറിച്ച്, എന്നാൽ വ്യത്യസ്തമായിരിക്കുന്ന വിവരണങ്ങൾ. There are God is talking and Satan is talking about same plant over here. ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ദൈവം വളരെ കർക്കശമായിട്ട് അവരോട് പറയുമ്പോൾ, അതേ വൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പിശാച് പറയുന്നു മരിക്കുകയില്ല, നിശ്ചയം എന്ന് പറയുന്ന. About the same tree, there are two answers. God is saying you will die. Satan is saying you will live over there. ഒരേ വസ്തുത, രണ്ട് വ്യത്യസ്തമായിരിക്കുന്ന വിവരണങ്ങൾ. One answer is given, but there are two answers are given, but one truth is there. അവയ്ക്ക് വിശ്വസിക്കാൻ കൊള്ളാകുന്നത് ഏതാണ്? What is good അപ്പോൾ for how തന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന, തനിക്ക് കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വിശ്വസിക്കാനായിട്ട് ഹവ്വയ്ക്ക് തോന്നി. Eve started to have a convenience of heart, and what is convenient for her, she started to believe over there. കാരണം നമുക്കറിയാം, ഇന്ന് മനുഷ്യൻ സത്യം തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ പല കാര്യങ്ങളും തിരിച്ചറിയുന്നത് അവന്റെ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണെന്ന് നമുക്കറിയാം. We understand how a man starts to recognize an answer by the five senses in his or her body. ഹവ്വ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞത് അവളുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ്. We understand how Eve started to recognize the goodness which was convenient for her by the five senses in her. വാസ്തവത്തിൽ അവൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിരുന്ന അവളുടെ മനസാക്ഷിയോട് തന്നെ ചോദിക്കേണ്ടതായിരുന്നു. But what should be done, for what Eve should have been done, she should have asked. ഈ ചെയ്യുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെങ്കിൽ അതിൽ നിന്ന് അവൾക്ക് വിടുതൽ ലഭിക്കുമായിരുന്നു. She might have been redeemed if she had she asked the conscience of her heart. എന്നാൽ അവൾ ആശ്രയിച്ചത് അവളുടെ പഞ്ചേന്ദ്രിയങ്ങളാണ്. But we see here how she was കാണാൻ looking at the നല്ലത്, five senses. ജ്ഞാനം പ്രാപിക്കാൻ കാമ്യം, അത് നല്ലത് എന്ന് കണ്ട് അവൾ പറിച്ചു എന്നാണ് നാം It is the വായിക്കുന്നത്. fruit of knowledge, and it was good to the eyes, and she started to eat it. ഞാനും നിങ്ങളും പലപ്പോഴും ആശ്രയിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളെയാണ്. Most of the time we are also like an Eve, how we aim for five senses in our life. എന്നാൽ അതിനപ്പുറത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ട്, നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന വചനമുണ്ട്. ആ വചനത്തിലേക്ക് വന്ന്, കർത്താവേ, അവിടുന്ന് ഈ കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ, അവന്റെ വഞ്ചനയിൽ കുടുങ്ങാതെ ജീവിക്കുവാൻ അവിടുന്ന് എനിക്ക് കൃപ നൽകണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വിജയകരമായിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. But believers, we have a far beyond answer to this, how we should come across other than the five senses. We have the Holy Spirit of God and God's word in our life, how we should submit to this word and take our steps forward in our choices. അങ്ങനെ ആയിരുന്നു എങ്കിൽ ആ തോട്ടത്തിൽ അവർ പരാജിതരാകുമായിരുന്നില്ല. If it was like that, there we understand Eve and Adam would not have failed in that garden. അതിന്റെ പരിണിത ഫലം എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. We understand what are the consequences of that. അവര് ദൈവം ഇറങ്ങി വന്നപ്പോൾ ദൈവം മുൻപാകെ നിൽക്കുവാൻ കഴിയാതെ ദൈവസന്നിധിയിൽ നിന്ന് ഒളിക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. When God came down into the Garden of Eden to walk over there we understand Adam and Eve going and hiding from God. ആദാമേ നീ എവിടെയാണ്? ആദാമേ നല്ല വിളിക്കുന്നു. മനുഷ്യ നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, ഞാൻ നിന്റെ മുൻപാകെ വരുവാൻ കഴിയാതെ ഒളിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. Oh man, where are you? When God asks over there, oh, I am hiding from you. എന്താ നീ ഒളിച്ചിരിക്കാനുള്ള കാരണം? ഞാൻ നഗ്നനാകൊണ്ട് ഞാൻ ഒളിച്ചിരിക്കുകയാണ്. Oh, why are you hiding? Because I am naked. എന്റെ പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ അപ്പോൾ ദൈവം അവനോട് ചോദിക്കുക, ഞാൻ നിന്നോട് അരുത് എന്ന് പറഞ്ഞത് നീ ചെയ്തുവോ? Oh, God is asking them over there, what I told you not to do, did you do it? ഇന്ന് നമുക്കറിയാം, ഈ ഒരു പ്രവണതയാണ് ലോകത്തിൽ ആകമാനം നമുക്കും കാണാനായിട്ട് കഴിയുന്നത്. This is a tendency in this world, even today we see. ഇന്ന് നാണമില്ല എന്നുള്ളതല്ല പ്രശ്നം എന്ന് പറയുന്നത്. Oh, it's not about being shameful over here. നാണിക്കേണ്ട കാര്യത്തിൽ നാണിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ But വിഷയം. there are people who are not being shameful for the things of shame. എന്തിനാ നാണിക്കേണ്ടതെന്നുള്ളത് അവർക്ക് അറിയുന്നില്ല. The people do not know to why do they need to be
be shameful. എന്നാൽ നാണിക്കേണ്ട കാര്യങ്ങൾക്ക് നാണിക്കാതെയും നാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് നാണിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രവണത നമുക്ക് കാണാനായിട്ട് But we കഴിയുന്നു. see today's people are being shameful for the things which are not to be supposed to be shameful, but those which are shameful, they keep on doing it without shame over here. എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, അതിൽ ആ ദൈവമക്കള് അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുക. പക്ഷേ അതില് അവർ അഭിമാനം കണ്ടെത്തുകയാണ്. There are believers who live in their own deception, in the deception of the devil, and how they are living with freedom, not with any boundaries, and they are not being shameful for those matters. പ്രാർത്ഥിക്കാൻ നാണമാ, പക്ഷേ പരദൂഷണം പറയാൻ ഒരു നാണവുമില്ല. It is shameful to pray, but to gossip they are not shameful. നോക്കുക, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്നും ഞാൻ വിവരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. There are several things to say like this, but I'm not going to elaborate അതുകൊണ്ട് ഈ here. രാത്രിയിൽ വളരെ ഗൗരവമായി മനസ്സിലാക്കിയ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങളെ കുറിച്ച് നാം വളരെ ബോധമുള്ളവരായിരിക്കണം. So this evening, dear believers, let us be very careful and be submissive to the purity in Christ, and let us keep ourselves from corruption. അപ്പൊ ഒന്ന്, സാത്താൻ നമ്മെ ചതിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. Number one, we discuss Satan has every tendency to deceive us over here. ഇനി രണ്ടാമത്തത് നാം വായിക്കുന്നുണ്ട്, മറ്റുള്ളവർ നമ്മെ ചതിക്കാനുള്ള സാധ്യതയുണ്ട്. There are people also, secondly, we should remember they can deceive us. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, മറ്റുള്ളവർ വശീകരണ വാക്കുകൾ കൊണ്ട് നിന്നെ വഞ്ചിക്കാനായിട്ടിടയാകരുത്. Let not the others deceive you with their false words over there in Colossians 2. മറ്റുള്ളവർ നമ്മെ ചതിക്കാനുള്ള എല്ലാ സാധ്യതയുമുള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. We are living in a world where people can cheat us over here. എന്റെ പ്രിയമുള്ളവർ, ഇത് നമ്മൾ തിരിച്ചറിയാനായിട്ട് കഴിയണം. We should be able to see this through in their ഇരമ്യാ lives. പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാമത്തെ അധ്യായം, Jeremiah chapter 28, let me take your attention over there. 29-ന്റെ 8-ാമത്തെ വാക്യം. 29-ന്റെ 8-ാമത്തെ വാക്യം. Chapter 29 verse 28, there we read like this. 29-ന്റെ 8-ാമത്തെ വാക്യം. അടുത്തതും കൂടെ. നോക്കുക, ഇവിടെ വളരെ ഗൗരവമായി ദൈവം ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. God is bringing a clarity into this picture. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു, ഇപ്രകാരം നിങ്ങളുടെ ഇടയിലുള്ള പ്രവാചകന്മാർ നിങ്ങളെ ചതിക്കാനായിട്ടിടയാകരുത്. The God of hosts, the God of Israel is bringing to your attention, let not the prophets and diviners deceive you. എന്തുകൊണ്ടാണ് ഇസ്രായേലിനോട് ദൈവം അങ്ങനെ പറയുന്നത്? Why is God saying like that to Israel? സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറയുന്ന അനേക പ്രവാചകന്മാർ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഇറങ്ങിയിട്ടുണ്ട്. There are many prophets who are walking in Israel. When there is no peace, they are preaching about peace, peace, peace over there. അങ്ങനെ ഇസ്രായേൽ മക്കളെ അവരുടെ ജീവിതത്തിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. There are people who falsely proclaim about peace and they are walking in sin. ഇവർ വാസ്തവത്തിൽ ദൈവത്തിന്റെ പ്രവാചകനാണോ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്നവരാണോ എന്ന് വാസ്തവത്തിൽ തിരിച്ചറിയുവാൻ കഴിയാതെ അന്ധത പിടിച്ചതായിരിക്കുന്ന ഒരു കൂട്ടം ജനം. Israel was walking in spiritual darkness because they could not understand who are speaking the truth over here. സ്വാഭാവികമായിട്ട് അവർക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം കേട്ടാ മതി. They are looking only what they were satisfied with. അവർക്ക് ആശ്വാസം തരുന്ന കാര്യങ്ങൾ They കേട്ടാ were മതി. looking for what they could be filled with peace. അവരുടെ നന്മകളെ കുറിച്ച് അവർ പറയുന്നത് കേട്ടാൽ മതി. It was only talking about their convenience and their happiness over എന്റെ there. പ്രിയമുള്ളവരെ, ഈ കാലം ഒട്ടും വിഭിന്നമല്ല എന്നുള്ളത് ഞാനും നിങ്ങളും മറന്നു പോകരുത്. Just like this age and time, the same which we see in Jeremiah, it is also the similar over here. കാരണം നമ്മുടെയും ജീവിതത്തിൽ നമുക്കും ഏറ്റവും താല്പര്യമുള്ളത് സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും നൽകുന്ന കാര്യങ്ങളാണ്. In this age and time also, we like to hear about peace and prosperity only. 28-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് നോക്ക്. 28-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. Shall we look into chapter 28 verse 9? ഇരിമ്യാ പ്രവാചകൻ പറയും, അവൻ പ്രവചിച്ചത് സത്യമാണെന്ന് തെളിയുന്ന ഒരു സമയമുണ്ട്. അവനാണ് ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് പറയുകയാണ്. In Jeremiah 28 verse 9, Jeremiah says, who is preaching about peace, and that is when it comes to pass, they will know he is a prophet sent അങ്ങനെയാണെങ്കിൽ by God. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ സമാധാനമില്ലാതിരിക്കുക ഈ പ്രവാചകന്മാർ ഇത് പ്രവചിക്കുന്നതിന്റെ കാരണം എന്താ? What is the reason to such false prophets? Shall we think about it? 5-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങളൊന്ന് നോക്കുക. 5-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം.
chapter 5 verse 31. Shall we look over there? യിരെമ്യാ പ്രവചനം 5:30. എന്തുകൊണ്ടാണ് പ്രവാചകന്മാർ ഇങ്ങനെ ഈ കള്ളപ്രവാചകന്മാർ ഇങ്ങനെ പ്രവചിക്കുന്നതിന്റെ കാര്യം എന്താ? Why is such false prophets being prosperous over here? കാരണം എന്റെ ജനത്തിന് അതാ ഇഷ്ടം. Because my people are enjoying that. നമുക്ക് അത് മതി, അത് കേട്ട് കഴിയുന്നത് പോലെ ഒരു സുഖം വേറെ ഒന്നുമില്ല. Oh, I am not able to move forward. This is much more satisfactory over there. This is sufficient over there. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മളും ഇങ്ങനെയൊക്കെ ആണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശോക്തി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. Is there a difference when we also say we are not the same over here? എൻ്റെ സ്വദേശത്ത് ഞാൻ അവിടെയൊക്കെ ശുശ്രൂഷിക്കും, ഞാൻ പറയും, നമ്മളും പലപ്പോഴും ഈ പല സാക്ഷ്യങ്ങളും ഒക്കെ നമ്മളും കേൾക്കാറുണ്ട്. In my own hometown we also hear such similar testimonies. അപ്പോൾ ഈ സാക്ഷ്യങ്ങളൊക്കെ പറയുന്ന സഹോദരന്മാരോ സഹോദരിമാരോ, ഇവിടുത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, അവിടുത്തെ കാര്യം ആയതുകൊണ്ട് ധൈര്യത്തോടെ പറയാമല്ലോ. അപ്പോൾ എല്ലാവരും പറയുന്ന കാര്യം എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം, There people say like this, the verse which I like, which I read from the scriptures. അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ അങ്ങനെ വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. We all say the same, a verse which I like from our testimony. നമുക്ക് എന്ത് പ്രയാസം വന്നാലും നമ്മൾ പറയുന്നത് സന്തോഷിപ്പിച്ച വാക്യമാണ്. Even in our time of distress, a verse that made me glad, we say like that. അത് എനിക്ക് വളരെ ആശ്വാസമായി തീർന്നു എന്ന് നാം പറയുന്നത്. We also say a verse that has brought assurance to my ഞാൻ life. ഇന്ന് വരെ കേട്ടിട്ടില്ല, എന്നെ കരയിപ്പിച്ച ഒരു വാക്യം ഞാൻ ഒന്ന് വായിക്കട്ടെ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോലും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. Till today I have not heard a person saying like there's a verse that made me in tears. എന്റെ ജീവിതത്തെ ക്രമീകരിച്ച ഒരു ഭാഗമായിരുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. Oh, I have not heard a person say a verse that made me in order. കർത്താവേ, ഇത് തന്നെ തകർത്തു കളഞ്ഞതായിരിക്കുന്ന അനുഭവമാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. Oh, I have not heard a verse that says God has stricken എന്നെ me. രൂപാന്തരപ്പെടുത്തിയതാണെന്ന് പറയുന്ന അനുഭവങ്ങൾ കേട്ടിട്ടില്ല. I have not heard about a verse that says about ദൈവസന്നിധിയിൽ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവേ ഞാൻ തകർക്കപ്പെടുന്നു അവിടുത്തെ മുൻപിൽ എന്ന് പറയുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല. I am not able to see God has stricken me and changed me. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ പരിവർത്തിച്ചിട്ട് നന്ദിയോടുകൂടെ ദൈവസന്നിധിയിൽ ഓലയോല കരയുന്നതായിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല. I have not come across any transformation of people who are transformed. എനിക്ക് സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും സന്ദേശങ്ങൾ മാത്രം മതി. Oh, I only want peace and prosperity, such messages over there. എന്നാൽ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, What does God desire from നാം us? അവന്റെ മുൻപാകെ ഒന്ന് തകർക്കപ്പെട്ട് രൂപാന്തരപ്പെടണമെന്നുള്ളത്. God desires that we would be broken and അവന്റെ കയ്യിൽ transformed. മനോഹരമായിരിക്കുന്ന ഒരു പാത്രമായി തീരണമെന്നുള്ളത്. We should be just like a molded clay in യജമാനന്റെ front കയ്യിൽ of him. പിന്നെയും ഉപയോഗമുള്ള പാത്രമായി തീരണം. We should be a vessel that can be used by ഏറ്റവും our master. പ്രയോജനമുള്ള പാത്രമായി It തീരണം. should be a useful vessel. മറ്റുള്ളവർ പരിഹസിക്കുന്നത് പോലെയല്ല. It should not be a place of mockery or കർത്താവ് mockery. ആദരിക്കുന്ന വിധത്തിൽ അവന്റെ സന്നിധിയിൽ വീണ് തകർന്നതായിരിക്കുന്ന അനുഭവത്തിലേക്ക് വരണം. Shall we fall down in front of God and shall we come to that place യേശു over there? ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ വർദ്ധിച്ചു വരുന്ന അനുഭവമായി തീരണം. We should be able to grow in the love of our Lord Jesus Christ. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത മാറാതെ ജീവിക്കുന്ന ജീവിതമാകണം. Shall we have a purity in Christ over here? ഏകാഗ്രത, The concentration in life. യേശു ക്രിസ്തുവിനോടുള്ള ആഴമായിരിക്കുന്ന സ്നേഹത്തിൽ വർദ്ധിച്ചു വരുന്ന അനുഭവമാകണം. Shall we come across into the depth and intimacy of our Lord Jesus? അങ്ങനെയാണെങ്കിലാണ് നമുക്കും ശോഭനമായിരിക്കുന്ന ആ പുനരാഗമനത്തിന് വേണ്ടി അവലോടുകൂടെ കാത്തിരിക്കാൻ കഴിയുന്നത്. In that manner we can all come across how we prepare ourselves for എന്റെ the coming Lord ആത്മമണവാളന്റെ Jesus. വരവേറ്റവും സ്വാഗതമായി. Shall we then prepare ourselves? ഓ, ഇതാ കർത്താവിന്റെ ഗംഭീര ശബ്ദം മുഴങ്ങാൻ പോകുന്നു. The trumpet sound of our Lord Jesus Christ. എനിക്ക് വേണ്ടി പ്രാണൻ തന്ന എന്റെ ആത്മമണവാളനെ കാണാനുള്ള സമയം സമാഗതമായി. It is coming to a point where we are looking അവനോട് forward ഒരുമിച്ച് to. ഞാൻ സംഗമിക്കുന്ന ദിവസം ഏറ്റവും സമാഗതമായി. Oh, the time is coming soon. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഏകാഗ്രതയോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് കഴിയുമോ? Shall we then pay attention very അവനിൽ നിന്ന് carefully? വ്യതിചലിക്കാതെ ജീവിക്കുവാൻ കഴിയുന്ന അനുഭവം Shall we നമുക്കുണ്ടാകുമോ? not drift away from നമുക്കൊന്നും that? കൂടെ ഒരുങ്ങാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഇത് തീരട്ടെ. Shall we prepare and get ready എന്റെ for the കർത്താവേ, marriage? ഞാൻ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. Oh Lord, I'm getting ready ഇന്ന് for രാത്രി you. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് എന്റെ കർത്താവിന്റെ ഗംഭീര ശബ്ദം മുഴങ്ങിയിരുന്നെങ്കിൽ, If the trumpet sound of the Lord is sounding before even sleep, if I sleep കർത്താവിന്റെ today. ഭക്തൻ ഇങ്ങനെ പാടി, Oh, the songwriter sings like this. കർത്താവു തൻ ഗംഭീരനാദത്തോടും ദൂതശബ്ദത്തോടും, കർത്താവു തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ
എത്രയോ സന്തോഷം, എത്രയോ സന്തോഷമുണ്ടാം അവർക്ക്. ഓ എന്റെ പ്രിയമുള്ളവർ, എത്രയോ സന്തോഷമാണ്. Oh, dear believers, what a great joy it ആ is. സന്തോഷത്തിലേക്ക് ഇന്ന് രാത്രിയിൽ നാം എടുക്കപ്പെടുന്നെങ്കിൽ അതിനേക്കാൾ ധന്യമായിരിക്കുന്ന ഒരു അനുഭവമില്ല. What a great blessing it will be if we are taken into that joy. May the Lord help us. അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി ഒരു ഏകാഗ്രതയോട് കൂടിയുള്ള ജീവിതം നമുക്കുണ്ടാകട്ടെ. Oh, shall we concentrate to live a life of purity then? പിശാചിനാൽ ചതിക്കപ്പെടാതെ Let us not be deceived over there.